ഹലോ ഗായ്സ്, വെൽക്കം ടു ലിറ്റിൽ മഹ. അപ്പം നമ്മൾ ഇന്ന് നിൽക്കുന്നത് ജവഹർലാൽ നെഹ്റു പ്ലാനറ്റോറിയത്തിലാണ്. ബാംഗ്ലൂരിൽ തന്നെ വളരെ എല്ലാവരുടെയും ശ്രദ്ധയാകർഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പാർക്കും അതിനോട് അനുബന്ധിച്ചുള്ള ഒരു സ്കൈ തിയേറ്ററും ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ജവഹർലാൽ നെഹ്റു പ്ലാനറ്റോറിയം. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് അതിനോടനുബന്ധിച്ചുള്ള പാർക്കിലാണ്. ഈ പാർക്കിൽ നമ്മൾ ഒരുപാട് സയൻസ് ബേസ്ഡ് കൺസെപ്റ്റ്സ് വെച്ചിട്ടുള്ള ഒരുപാട് സംഗതികൾ നമുക്ക് കാണാൻ പറ്റും. നമ്മളിപ്പോൾ കാണുന്നതാണ് ആ സ്കൈ തിയേറ്ററിൻ്റെ ബിൽഡിങ്. അതിൻ്റെ സൈഡിലായിട്ടാണ് ഈ പാർക്ക് വരുന്നത്. അപ്പം ഈ ഓരോ ഷോയ്ക്കും ദിവസം അവിടെ ഒരുപാട് ഷോസ് നടക്കുന്നുണ്ട്. 4-5 ഷോസ് നടക്കുന്നൊരു സ്ഥലമാണ് അവിടെ. അപ്പം ആ ഷോസ് നടക്കാത്ത സമയത്ത് നമുക്ക് ഈ പാർക്കിലെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ ചെയ്ത് നടക്കാം. ഇതുപോലെ ഈ കളർ വീൽസും കാര്യങ്ങളും, പിന്നെ നമുക്ക് കണ്ട അത്ഭുതം തോന്നുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. നമുക്ക് ഓരോന്നായിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് നോക്കാം. അപ്പം ഞങ്ങൾ ആദ്യം ഈ കാണുന്ന സംഗതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നല്ലൊരു സ്പീഡിൽ അത് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈ ഫ്രീക്വൻസിയിലുള്ളൊരു സൗണ്ട് ഉണ്ടാക്കുന്നതാണ്. നമ്മൾ പഠിച്ചിട്ടുള്ള എയർ ഫ്രീക്വൻസിയുടെ ഒരുപാട് തത്വങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. പിന്നെ പെൻഡുലംസ്, നമ്മുടെ വെയിറ്റ് അളക്കുന്ന വലിയ വെയിറ്റിംഗ് ബ്രിഡ്ജസ്. ഞാൻ പിന്നെ 100 കോടി ക്ലബ്ബിലായതുകൊണ്ട് 100 കിലോ ഒക്കെ വെയിറ്റ് കാണിക്കുന്നുണ്ട്. ചിഞ്ചുവും കയറിയിട്ടുണ്ട്. ചിഞ്ചുവിന് ഏകദേശം ഒരു 60 ആ റേഞ്ചിലാണ് വെയിറ്റ് കാണിച്ചത്. ചിഞ്ചു ഇപ്പോഴും സമ്മതിച്ചിട്ടില്ല, എന്നാലും സയൻസ് ജയിച്ചു മനുഷ്യൻ തോറ്റു എന്നാണല്ലോ. അപ്പം അതൊക്കെ കണ്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നു. ഒരുപാട് കുട്ടികളും അവിടെ കറങ്ങി നടക്കുന്നുണ്ട്. പിന്നെ ഒരു പബ്ലിക് പാർക്ക് ആയതുകൊണ്ട് തന്നെ കുറേ എക്സ്പീരിമെൻറ്റ്സ് ഒക്കെ കുറച്ചൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. എന്നാലും നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യാൻ അവിടുത്തെ എല്ലാ ഭാരവാഹികളും ശ്രദ്ധിക്കുന്നുമുണ്ട്. നമുക്ക് കാണാം അവിടെ എർത്തിൻ്റെ വലിയൊരു ഗ്ലോബും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഇപ്പം ഞാൻ വായിച്ചുകൊണ്ട് നിൽക്കുന്നത് പുള്ളീസ് ഇല്ലേ, നമ്മുടെ പണ്ട് വെള്ളം കോരിക്കൊണ്ടിരുന്ന, ഇപ്പോൾ എവിടെയും കാണാനില്ല, ആരും വെള്ളം കോരുന്നുമില്ല. അതിൻ്റെ തത്വം വെച്ചിട്ട് വർക്ക് ചെയ്യുന്നൊരു സാധനമാണ്. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ സാധനം വളരെ രസമാണ് കേട്ടോ കാണാൻ. ഇത് എക്സ്റ്റേണൽ ഫോഴ്സിലൊന്നുമല്ല, വെറുതെ കാറ്റടിച്ച് മാത്രം വർക്ക് ചെയ്യുന്നതാണ്. ഇൻവേർഡായിട്ടും ഔട്ട്വേർഡായിട്ടും ഇങ്ങനെ റിഫ്ലക്റ്റീവ് മിറേഴ്സ് കറങ്ങിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ ഷേപ്പ് കൊണ്ടാണ് അത് കാറ്റടിക്കുമ്പോഴത്തേനും അങ്ങനെ കറങ്ങുന്നത്. അതിൻ്റെ ബാക്കിൽ കാണുന്ന ആ ഇന്ത്യ ഫ്ലാഗ് വീർഭൂമിയിലെയാണ്. അപ്പോൾ അത് രണ്ടും കൂടെ വരുമ്പോഴത്തേനും നല്ല രസമുണ്ട് അത് കണ്ടുകൊണ്ടിരിക്കാൻ. ആ ഒരു ഫ്രെയിമിൽ നമുക്ക് രണ്ടും കിട്ടുമ്പോഴത്തേനും വീർഭൂമിയുടെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു പ്ലാനറ്റോറിയവും. അപ്പം ഏകദേശം ഒരു 1 hour നമുക്ക് ഫുള്ളി സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു പ്രദേശമാണ് ഈ പാർക്ക്. ഈ കാണുന്നതാണ് സ്കൈ തിയേറ്റർ. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരത്തുള്ള പ്ലാനറ്റോറിയം പോലെ തന്നെ ഏകദേശം ഒരു ഹാഫ് ഹെമിസ്ഫിയറിൽ ഫുള്ള് നമ്മുടെ പ്ലാനറ്റ് എർത്തിനെ പറ്റിയും ഓരോരോ സബ്ജക്ട്സിനെ പറ്റിയും അവിടെ ദിവസവും 4-5 ഷോസ് നടക്കുന്നുണ്ട്. ഞങ്ങളപ്പോൾ സെലക്ട് ചെയ്ത ഷോ എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റിയെ പറ്റിയായിരുന്നു. അപ്പം ഞങ്ങൾ ആ ഷോയ്ക്ക് മുമ്പ് ഇവിടെ കറങ്ങി നടക്കുന്ന വീഡിയോസാണ് നിങ്ങൾ കാണുന്നത്. സത്യം പറഞ്ഞാൽ അകത്ത് ഞങ്ങൾക്ക് വീഡിയോ അവർ സമ്മതിക്കത്തില്ല, നമ്മളെ മൊബൈൽ എടുക്കാൻ സമ്മതിക്കില്ല. കാരണം മൊബൈൽ എടുക്കാനുള്ളൊരു സ്ഥലമല്ലത്. നമുക്ക് കറക്റ്റായിട്ട് അതിൽ മുഴുകിയിരുന്ന് കാണാനുള്ള വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സീറ്റ്സിൽ നമ്മൾ മുകളിലോട്ട് നോക്കി നമ്മുടെ സ്റ്റാർസിനെയും പ്ലാനറ്റ്സിനെയും പറ്റിയും അതുപോലെ ഗ്രാവിറ്റി എന്ന തത്വം എക്സാക്ട്ലി എന്താണെന്നും ഒക്കെ അറിയാനുള്ള സ്ഥലമാണ്. പിന്നെ സ്ഥിരം എല്ലായിടത്തും പോയി ഞങ്ങൾ ചെയ്യുന്ന കണക്ക് കുറേ ഫുഡ് ഐറ്റംസും ഒക്കെ വാങ്ങി അവിടെയൊക്കെ കറങ്ങി നടന്നു. സ്കൈ തിയേറ്ററിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് ഈ ഒരു ഹാളിനകത്തുള്ള എൻട്രൻസ് നമുക്ക് ലഭിക്കും. നമ്മുടെ പല റോക്കറ്റ്സും അതുപോലെ റോക്കറ്റ്സിനകത്ത് വിട്ട റോവേഴ്സിൻ്റെ മോഡൽസും അതുപോലെ വിർച്വൽ റിയാലിറ്റി, ഓഗ്മെന്റഡ് റിയാലിറ്റി ഉപയോഗിച്ച് നടക്കുന്ന ഡിജിറ്റലിൻ്റെ സാധനങ്ങളും എല്ലാം അവിടെ ഉണ്ട്. അപ്പം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പിന്നെയും